ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പണിക്ക് എന്തിനാ എന്നെ തെരഞ്ഞെടുത്ത? ഞാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ എനിക്ക് കിട്ടാതെ പോകുന്നു. ഇക്കാര്യം നാട്ടുകാരെ അറിഞ്ഞാലേ നാണം കെട്ടുപോകും. അതിന് ഞാനെന്ത് ചെയ്യാനാ? ദേ നോക്കൂ, എനിക്കും നാണമുണ്ട് നിങ്ങളോട് ബന്ധം പുലർത്താൻ. നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിന്നെ കൊന്നുകൊണ്ടിരിക്കുക. നിന്റെ ഈ ചീത്ത സ്വഭാവങ്ങൾ നിർത്ത്. ഇത് നല്ല സ്വഭാവമാണ്. പിന്നെ ഇവിടെ ഒന്നും തന്നെ നല്ലതല്ല. നിങ്ങൾ പറഞ്ഞത് കേട്ട് എനിക്ക് കൊതിയാകുന്നു. അപ്പൊ ചെയ്യാനുള്ളൊക്കെ വേഗം ചെയ്യും. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം വേറെ ആരെങ്കിലും വരില്ലേ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നന്നായേക്കും. എന്റെ ഈ സ്വഭാവം എനിക്ക് മാറ്റാനാവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡു യു ബിലീവ് ഇൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്? ഓ യാ, ഒരേ ആഹാരം ദിവസവും കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നിനക്ക് എങ്ങനെയുണ്ട്? അതായത് ഒരുപാട് ദിവസം കാത്തിരുന്ന് വല വിരിച്ച് ഒരാളുടെ പ്രണയം സമ്പാദിച്ച് അതിൽ നിന്നും യഥാർത്ഥ സ്നേഹം എനിക്ക് കിട്ടുന്നത് പോലെ തോന്നുന്നു. വേഗം ചെയ്യൂ, പ്ലീസ് ചെയ്യൂ. ഇനിയും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എല്ലാ കാര്യങ്ങളും സെക്സി ആയിട്ട് തോന്നുന്നു? ഇതിനേക്കാളും സന്തോഷം ജീവിതത്തിൽ വേറെ എന്താണുള്ളത്? ചെയ്യാം, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. എന്ത് ചോദിച്ചാലും പറയാം, പക്ഷെ പെട്ടെന്ന് ചെയ്യേ. എനിക്ക് മുമ്പായി എത്ര പേരോട് നീ കിടന്നിട്ടുണ്ട്? അതോ, അതായത് എനിക്ക് നിങ്ങളെ പോലെ ഒരാൾ കിട്ടിയെങ്കിൽ ഞാനൊരു യുഗം സൃഷ്ടിച്ചേനെ. എന്റെ തലയ്ക്കകത്തുണ്ട് ഞാൻ എത്ര പേരോട് സെക്സ് ചെയ്തിട്ടുണ്ടെന്ന്. അതെയോ? എന്നാ പറയാ. കുറച്ചുപേർ റേപ്പ് ചെയ്തു. അവരുടെ അക്കൗണ്ട് ചേർത്ത് പറയട്ടെ? എല്ലാം പറയാ. എന്നെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്നെ വിട്ടേക്ക്. എന്റെ കാവ്യേ, വീട് കംപ്ലീറ്റ് മാറ്റിയെടുത്തല്ലോ. ഹോസ്പിറ്റലാക്കി മാറ്റിയല്ലേ? നിങ്ങൾക്കറിയാലോ, പുതിയ പുതിയ കളികൾ ട്രൈ ചെയ്യുന്നത് എന്റെ ഫാന്റസിയാണ്. അങ്ങനെയാണോ? അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ നഴ്സ്, പിന്നെ നീ എന്റെ പേഷ്യന്റ്. ലെറ്റ്സ് ഡു ഇറ്റ്. Come, baby. എന്തു പറ്റി ബേബി? ചെയ്യേ. ഞാനാകെ ഡൗൺ ആയി. ഐ ആം ഡൺ ബേബി. ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ശരീരം കത്തുന്നു. എന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ആരണിക്കും? എന്നെ കൊണ്ട് പറ്റില്ല. പറ.
പറയടാ മര്യാദക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ അണ്ണക്കിലേക്ക് കയറ്റിത്തരും ഞാൻ. നീ പറയടാ. പറയൂ മാഡം. കള്ളം സർ, എന്റെ ഭർത്താവിനെ കാണാനില്ല, കംപ്ലൈന്റ് നൽകണം. പറയടാ. ഇരിക്കൂ മാഡം, സാറിനെ വിളിച്ചിട്ട് പോകാം. പറയടാ ഓക്കെ സർ. നിന്നോട് സത്യം പറയടാ, മര്യാദക്ക് പറയടാ. വേണ്ട സാറേ, പറയടാ. എനിക്ക് അറിയില്ല സാറേ. പറയടാ. ചോദിക്കുന്ന കാര്യം സാർ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. മേഡം പറഞ്ഞോളൂ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? സർ, ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് എന്റെ കൂടെ ബെഡിൽ കിടക്കുകയായിരുന്നു. രാവിലെ നോക്കിയപ്പോൾ അധികം ബെഡ്റൂമിലില്ല, വീട്ടിൽ എവിടെയും ഇല്ല. ഞാൻ വിചാരിച്ചു ഫ്രഷ് ആകാൻ പോയതായിരിക്കുമെന്ന്. സർ, ഞാൻ വീട് മൊത്തം തേടി നോക്കി, പക്ഷെ അദ്ദേഹം എവിടെയും കാണാനില്ല. അദ്ദേഹത്തിന്റെ മൊബൈലിലും കോൾ ചെയ്ത് നോക്കി, മൊബൈൽ വീട്ടിലാണുള്ളത്. ഞാൻ കരുതി ഒരുപക്ഷെ ജാഗിങ് പോയതായിരിക്കുമെന്ന്. ഞാൻ എന്റെ പണി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു ദിവസമായി അദ്ദേഹം ഇതുവരെ വന്നില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ ഫോൺ ചെയ്തു, പക്ഷേ അവരാരും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് വിജയ് വർമ്മ. വിജയ് വർമ്മ. പറയൂ സാർ. മാഡത്തിന്റെ ഇത് കംപ്ലൈന്റ് എഴുതി മേടിക്കും. ശരി സാർ. അങ്ങോട്ട് ചെല്ലും മാഡം, അവിടെ കംപ്ലൈന്റ് എഴുതി കൊടുത്തേക്ക്. വേണ്ടത് ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഹസ്ബൻഡിനെ കണ്ടുകിട്ടാനുള്ള വഴി ഉണ്ടാക്കാം. ശരി സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് വിജയ്. ദാ വരാം. സർ, എന്തെങ്കിലും വിവരം അറിഞ്ഞോ? മേഡം, വാദപ്പടി നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണോ, അതോ നിങ്ങള് എന്നെ അകത്തേക്ക് വിളിക്കുവോ? ഓ സോറി, ഐ എം സോ സോറി. പ്ലീസ് അകത്തേക്ക് വരൂ സർ, പ്ലീസ്. മഹേഷേ, യെസ് സാർ. പോയി നോക്ക്. വീട് മൊത്തം അരിച്ചു പറക്കി നോക്കണം. Okay, sir. നോക്ക്, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ശരി സാർ. സർ, ഇവിടെ എന്താണ് തേടുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ മേഡം, എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഭർത്താവിന്റെ മിസ്സിംഗ് കേസല്ലേ? ഞങ്ങള് പോലീസുകാർ മുഴുവൻ ഈ സിറ്റി മൊത്തം അരിച്ചു പറക്കി, പക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ ഒരു രോമം പോലും കിട്ടിയില്ല. പിന്നെ ഞങ്ങള് നിങ്ങളുടെ മുൻപിലും പുറകിലും നല്ല രീതിയിൽ അന്വേഷിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങളുടെ ഭർത്താവിന് ഇവിടെയുള്ള ആൾക്കാര് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടായിരുന്നു, പക്ഷേ പുറത്തേക്ക് പോകുമ്പോ ആരും കണ്ടിട്ടേയില്ല. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ചിലപ്പോ
ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് വീട്ടിന്റെ അകത്ത് തന്നെ മിസ്സിംഗ് ആണെങ്കിലോ? അപ്പൊ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വീടൊന്നരിച്ചു പറക്കാം. പക്ഷെ സർ, ഇതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ സംശയിക്കുന്നു എന്നാണോ? പോലീസുകാരുടെ ജോലിയല്ലേ ഇങ്ങനെ സംശയിക്കുന്നത്? അത് പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഭർത്താവിനെ കാണാതായ അതേ രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ കിടന്ന് കരയുന്നതും ബഹളം വെക്കുന്നതും പുറത്ത് നല്ലവണ്ണം കേട്ടു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പോലീസ് കംപ്ലൈന്റിൽ എഴുതിയിട്ടില്ലായിരുന്നു. സർ, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാ. ആ ഒരു ദിവസം മാത്രമല്ല, എന്റെ ഭർത്താവ് പട്ടിയെ തല്ലുന്നത് പോലെ എന്നെ ദിവസവും തല്ലും. എന്റെ ശരീരത്തിലെ തീ നീ അണയ്ക്കാതെ വേറെ ആര് വന്നണയ്ക്കും? ഞാൻ പുറത്തു പോകട്ടെ, എന്റെ തീ അണയ്ക്കാൻ ഞാൻ ആരുടെ അടുത്തെങ്കിലും പോകട്ടെ. പറയ്, ഈ തീ ആരണയ്ക്കും? എന്താ പറഞ്ഞ നീ? എന്താ പറഞ്ഞ നീ? നിന്റെ ശരീരത്തിന്റെ തീ പടർന്നിരിക്കുകയാണോ? നിന്റെ ശരീരത്തിലുള്ള തീ ഞാൻ തീർത്തു തരാം. വേണ്ട. വേണ്ട. എന്നെ അടിക്കല്ലേ, പ്ലീസ്. എന്നെ അടിക്കല്ലേ, അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. ഇനി നീ എന്തെങ്കിലും പറയോ? നിന്റെ ശരീരത്തിലിരിക്കുന്ന തീ ഇനി തിരിച്ചു വരാൻ പാടില്ല. മനസ്സിലായി നിനക്ക്? ഭാര്യയെ പോലെ തന്നെ ഇരിക്കണം. വേശ്യയെ മാറാൻ പാടില്ല. ഇല്ലെങ്കിൽ നിന്നെ റോട്ടിൽ കൊണ്ടുവിടും ഞാൻ. അതിനുശേഷം പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരെ കൊണ്ട് ഈ ആളിക്കത്തുന്നത് കെടുത്തിക്കോ. മനസ്സിലായോ? ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. സർ, ഞങ്ങൾക്കിടയിൽ നടന്ന ഈ കാര്യം ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല സർ. അതുകൊണ്ടാണ് ഇത് ഞാൻ കംപ്ലൈന്റിൽ എഴുതാത്തത്. നോക്കൂ മാഡം, എന്തെങ്കിലും ഒരു കാര്യം പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയാണെങ്കിൽ അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി പറഞ്ഞു തരേണ്ടി വരും. അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത് തിരിഞ്ഞ് പരാതിക്കാരുടെ മേലെ തന്നെ വരും. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഇൻസ്പെക്ടർ സർ. എന്റെ ഭർത്താവ് കളഞ്ഞു പോയതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. I am so sorry sir. മാഡം, നിങ്ങളെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ആർക്കായാലും ഒരാഗ്രഹമൊക്കെ തോന്നും. അപ്പൊ പിന്നെ എൻ്റെ കാര്യം പറയണോ? പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കാവോ? ഒരുപക്ഷേ നിങ്ങളുടെ ഭർത്താവ് മിസ്സിംഗ് ആയതിൽ നിങ്ങളുടെ കൈ ഉണ്ടായാലും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുഴപ്പമില്ല. നിന്റെ പേര് വേറെ ഒരു സ്ഥലത്തും വരാതെ ഞാൻ നോക്കോളാം. നിങ്ങൾ എന്താ പറയുന്നത് സർ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ പതുക്കെ മനസ്സിലായിക്കോളൂന്നേ. മേഡം ഇന്ന് രാത്രി നല്ലോണം ഒന്ന് ഒരുങ്ങിയിട്ട് എന്നെ കാത്തിരുന്നോളൂ. സാർ, വീട് മുഴുവൻ നോക്കി, പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാൻ പോണില്ല. കാരണം മേഡത്തിന്റെ കൈ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പൊക്കോളൂ. ഓക്കെ സാർ. മോളു, ഇപ്പൊ ഞാൻ പോവാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാനിങ്ങ് വരും. എല്ലാ ആണുങ്ങളും ഒന്നുപോലെയാ. അവർക്ക് ആവശ്യം പെണ്ണുങ്ങളുടെ ശരീരമാണ്. എന്തിനാ ഇത്ര ധൃതി? ഞാനെവിടെ പോകാൻ പോകുന്നു? നിന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാ ആരായാലും ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് മാറും എൻ്റെ ചക്കരെ.
പിന്നെ എന്റെ കാര്യം പ്രത്യേകിച്ച് പറയണോ? അതൊക്കെ ഇരിക്കട്ടെ, ആദ്യം നിങ്ങൾ പറയൂ, കഴിക്കാൻ എന്ത് വേണം? എനിക്ക് കുടിക്കാൻ വേണ്ടത് ഈ ചുണ്ടിലെ തേനാണ്. Come on, baby. എണീക്ക്, ചെയ്യേ. എന്റത് കഴിഞ്ഞു, ഞാൻ ടയേർഡായി. എന്തിനാ എത്ര പെട്ടെന്ന് നിർത്തിയേ? എനിക്കിതുവരെ തൃപ്തിയായില്ല. എന്തെങ്കിലും ചെയ്യ് പ്ലീസ്. അയ്യോ, നീ പെണ്ണാണോ അതോ തീകോളമാണോ? എത്ര നേരമായിട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇപ്പൊ നീ പറയുന്നു നിനക്ക് ഇതുവരെ മതിയായില്ലെന്ന്. എന്റേതിപ്പൊ കഴിഞ്ഞ് മതി, ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാം. ഞാൻ എഴുന്നേൽക്കാം, ഫ്രഷ് ആയിട്ട് വരാം. കായ മാഡം, എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇൻസ്പെക്ടർ താവേ സാർ ഇവിടെ വന്നിരുന്നോ? അതെ സാർ, അദ്ദേഹം വന്നു. നിന്നെ കാണാൻ വന്നു ഞാൻ, കൂടിരിക്കാൻ വന്നു ഞാൻ, നിന്നെ കാണാൻ വന്നു ഞാൻ, നിന്റെ രാത്രി ഞാനും. നഗരം നഗരം മഹാ നിന്നെ കാണാൻ വന്നു ഞാൻ, കൂടിരിക്കാൻ വന്നു, നിന്നെ കൂടിരിക്കാൻ വന്നു ഞാൻ. വാതില് തുറക്കന്റെ ചക്കരെ, വാതില് തുറക്ക്. ആരാ ആരാ അത്? നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? നന്നായി മദ്യപിച്ചിരുന്നു, കുറച്ചു സമയം തർക്കിച്ചു, പിന്നീട് അദ്ദേഹം പോയി. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് പറഞ്ഞത്? എന്നോട് പറയൂ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാനിന്ന് രാത്രി വരുമെന്ന്. ഞാൻ എന്തായി കാണുന്നത്? ചുവന്ന സാരി, നിന്നെ കാണാൻ ഇന്ന് സെക്സി ആയിട്ടുണ്ടടി മുത്തേ. ശരി, വാ മുത്തേ, അകത്തോട്ട് പോവാം. ദേ നോക്കൂ, ഞാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരില്ലെന്നല്ല പറഞ്ഞു വരുന്നേ. ഈ സമയത്ത് എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. പിന്നെ ഇവർ എല്ലാവർക്കും ഇടയിൽ എന്നെക്കുറിച്ചുള്ള ഇമേജ് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ പോയേക്ക് പ്ലീസ്. അങ്ങനെ ചെയ്താൽ ഇവരെല്ലാവർക്കും ഇടയിൽ എന്റെ മര്യാദ രക്ഷിക്കാനാകും. പ്ലീസ്. എനിക്ക് നാട്ടുകാരും നാറികളൊന്നും ഒരു പ്രശ്നമേ അല്ല. നോക്ക്, നീ നിന്റെ ഭർത്താവ് മിസ്സിംഗ് ആയ കേസിൽ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് പറയുന്നോ അതേപോലെ ചെയ്. നോക്കൂ സർ, എനിക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. നിങ്ങൾ പിന്നീട് വരൂ, പുറകിലത്തെ വാതിലിൽ കൂടി. സോ പ്ലീസ്, നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന് തോന്നുന്നു. നിന്റെ രീതികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദേ നോക്ക്, പുറകിലത്തെ ഗേറ്റ് തുറന്ന് വെച്ചേക്ക്. ഞാൻ കുറച്ചു നേരത്തിലേക്ക് എത്തിയേക്കാം. അതെ, എൻക്വയറിക്ക് വേണ്ടിട്ട് വന്നതാ.
ഇവരുടെ ഭർത്താവിന്റെ കേസ് ഞാൻ അന്വേഷിക്കുന്നത്. ചിലപ്പോൾ താവേ സാർ കുടിച്ച് ബോധമില്ലാതെ എൻക്വയറിക്ക് അവിടെ പോയിരിക്കുമോ? എങ്ങനെയായിരിക്കും കാണാതെ പോയതവര്? ഓക്കെ, ഞാനിപ്പോൾ പോകുന്നു. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരും. മനസ്സിലായോ? ഓക്കെ സാർ. കഴിഞ്ഞ ദിവസം അടുത്ത വീട്ടിലായിരുന്നു പോലീസുകാർ വന്നിരുന്നു. അതെ, വന്നിരുന്നു. അതെ, ഒരുത്തം വന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോയി. ഇൻസ്പെക്ടർ താവട കാണാതായിട്ട് ഇന്നേക്ക് 15 ദിവസം കഴിഞ്ഞു. പോലീസ് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി കായവർമ്മയുടെ വീട്ടിലേക്ക് എൻക്വയറിക്കായി പോയതായാണ് അറിവ്. അതെ, ഇത് അതേ കായവർമ്മയാണ്. ഇവരുടെ ഭർത്താവും ഇതുപോലെ തന്നെയാണ് കാണാതായത്. കായവർമ്മയുടെ ഭർത്താവിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനായി ഇൻസ്പെക്ടർ താവടെ കായവർമ്മയുടെ വീട്ടിലേക്ക് ചെന്നതാണ്. എൻക്വയറിയിൽ ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് അന്ന് രാത്രി താവടെ കായവർമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എൻക്വയറിക്ക് ശേഷം ഇൻസ്പെക്ടർ താവടെ അവിടെ നിന്നും പോയി. അന്നു മുതൽ ഇന്ന് വരെ ഇൻസ്പെക്ടർ താവടയെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പോലീസ് അവരുടെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ആ കേസിനെ കുറിച്ച് ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. തുടർന്ന് വാർത്തകൾ അറിയാൻ നോക്കിക്കൊണ്ടിരിക്കൂ നമ്മുടെ ചാനൽ. ഇത് വളരെ ദുഃഖിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇൻസ്പെക്ടർ താവടെ കാണാതെ പോയിട്ട് 15 ദിവസമായി. പക്ഷെ നമ്മളോ? ആ സ്ത്രീയുടെ പേരെന്താ? സാർ, കായ. കായ. താവടെ ഏത് രാത്രിയാണ് കാണാതെ പോയത്? അന്ന് രാത്രി കായയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നോട് ഇതാണ് സാർ പറഞ്ഞിട്ട് പോയത്. നിങ്ങളെല്ലാവരും താവടയെ കുറിച്ചൊന്ന് വന്ന് അന്വേഷിച്ച് നോക്കിയോ? അതെ സാർ. സാർ, കായയോട് മാത്രമല്ല, അടുത്തുള്ള വീടുകളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾക്ക് അവിടെ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഇൻസ്പെക്ടർ കായയുടെ വീട്ടിൽ പോയത് സത്യമാണ്. വീട്ടിനുള്ളിൽ പോകാതെ അന്വേഷിച്ചിട്ട് അവർ തിരിച്ചു പോരുന്നു. താവടയുടെ വണ്ടി എവിടെയാണ് കിട്ടിയത്? അവിടെ നിന്ന് കായയുടെ വീട് എത്ര ദൂരം ഉണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ ആയിരിക്കും. എവിടെയോ പ്രശ്നമുണ്ടല്ലോ. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. കുറേ നാളായി വീട്ടിൽ കയറാൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഇന്ന് തന്നെ കായ മാഡത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കണ്ടുപിടിക്കണം. എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ? നിങ്ങൾ ഓടി ഒളിയണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. മറ്റൊന്നുമല്ല, നിന്നോടൊപ്പം എന്റെ ഹൃദയവും വരാമെന്ന് പറയുന്നു. എന്താ? നിനക്കെന്ത് വേണമെങ്കിലും നീ അതെടുത്തോ. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? കണ്ടീഷൻ എന്താണെന്നാൽ നീ എന്നോടൊപ്പം സെക്സ് വെക്കേണ്ടിയിരിക്കും. ഏതുവരെ എന്നാൽ ഞാൻ തൃപ്തിയാകുന്നത് വരെ. എന്തു പറ്റി? എന്താ ചിന്തിക്കുന്നേ? നീ എന്റെ ആഗ്രഹം സാധിച്ചതാ? ആണുങ്ങളെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവർ കട്ടിലിലെ വീരന്മാരായിരിക്കും. കമോൺ.
കരൺ, നിനക്ക് എന്തു പറ്റി? നീ എന്താ നിർത്തിയേ? കഴിഞ്ഞു, എനിക്ക് കഴിഞ്ഞു. പ്ലീസ് പ്ലീസ് കരൺ, എന്തെങ്കിലും ചെയ്യേ. എനിക്ക് ടയർഡായി, എനിക്ക് പറ്റില്ല. ശരി, പോ, ചെന്ന് ഫ്രഷ് ആക്. ഞാൻ നിനക്കായി ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. അരെ വാ, കാണാൻ അത്ര സൂപ്പറായി ബ്രാ. ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് സോനുവിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരിക്കും. സിറ്റിയിൽ ഈ ഒരു മാസത്തിൽ 10 പേരാണ് കാണാതായിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കാണാതായ ആളുകളൊക്കെ അവസാനമായി കായവർമ്മയുടെ വീട്ടിലേക്ക് ചെന്നത് കണ്ടവരുണ്ട്. അതെ, കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഈ കായവർമ്മയുടെ ഭർത്താവ് കാണാതായ വിവരം നമ്മൾ അറിഞ്ഞതാണ്. ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ താവടയും ഇപ്പോൾ കാണാതായിരിക്കുന്നു. നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? കാണാതായവരെ കണ്ടുകിട്ടുമോ അതോ ഇല്ലയോ? ഒരുപക്ഷെ കാണാതായവർക്കും കായവർമ്മയ്ക്കും എന്തെങ്കിലും ബന്ധം കാണുമോ ഇല്ലയോ? സിറ്റിയിൽ ഒരുപാട് ആൾക്കാർ കാണാതെ പോയിട്ടുണ്ട്. ഇവരെ കുറിച്ച് ഒരറിവും കിട്ടിയിട്ടേയില്ല. ഇവരെ മണ്ണ് തിന്നോ അതോ ആകാശത്തിലേക്ക് പോയെന്ന് അറിയില്ല. പക്ഷേ ഇതുവരെയ്ക്കും കിട്ടിയ സാക്ഷിയില് അതൊരൊറ്റയാളെ മാത്രമേ സംശയിക്കുന്നേ ഉള്ളൂ. അതാരെന്ന് വെച്ചാൽ കായവർമ്മ. എത്ര പേര് കാണാതെ പോയിട്ടുണ്ടോ അവരെല്ലാവരും കായവർമ്മയുടെ കൈ കൊണ്ടാണ് കൊല്ലപ്പെട്ടെന്ന് അറിയുന്നത്. അവളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലെ ഒരു സത്യസന്ധമായ ഒരു ഓഫീസർ വിക്രം ദത്തയെ വിളിച്ചിട്ടുണ്ട്. വിക്രം ദത്ത ക്രിമിനൽ ആൾക്കാർക്ക് ജന്മശത്രുവാണ്. ഇദ്ദേഹം സൊസൈറ്റിയിലുള്ള ഒളിച്ചിരിക്കുന്ന വൈറസുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവതാരമെടുത്ത ആളാണ്. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ കുറ്റവാളി തന്റെ കുറ്റം ഏറ്റെടുത്തില്ലെങ്കിൽ അതുവരെയും അവരെ വെറുതെ വിടില്ല. ഒരുപക്ഷെ എത്ര വലിയ ആളായാലെങ്കിലും കൊള്ളാം. ഇതാണ് ആ വീടെന്ന് തോന്നുന്നു. ഹലോ, ആരാ നിങ്ങൾ? ഇവിടെ പേയിങ് ഗസ്റ്റിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാ. ആർക്ക് താമസിക്കാൻ? മാഡം, ഞാൻ തന്നെയാ താമസിക്കാൻ പോന്നെ. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞോ അതോ കല്യാണം കഴിഞ്ഞില്ലേ? ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാവം, സിംഗിൾ ആയിട്ടുള്ളവരുടെ ജീവിതമൊക്കെ വളരെ കഷ്ടമാണ്. അവർ മിങ്കിളായവരെ നോക്കി ഏങ്ങിക്കൊണ്ടേയിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പോഴാണോ ഇങ്ങനെ ആയത് അതോ ഇതിനു മുമ്പേ ഇങ്ങനെ തന്നെ ആയിരുന്നോ? കുറച്ചു ദിവസം മുമ്പേ എന്റെ ഭർത്താവിന്റെ തലക്കടിച്ച് ഞാൻ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. എന്ത്? വെറുതെ കളി പറഞ്ഞതാ. അകത്തേക്ക് വരൂ, ഫോളോ മീ.
ഹലോ, എന്തായി നോക്കുന്നേ? ഒന്നുമില്ല, ഞാനെങ്ങനെ ആലോചിച്ചു നിന്നാ. ഇരിക്കൂ. ഈ വീട്ടിനകത്തേക്ക് വന്നാൽ നല്ല മനസ്സുള്ളവര് പോലും ചീത്തയായി മാറിയേക്കും. നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മാഡം, ഞാനൊരു റൈഡറാ. ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി വന്ന, അതിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം തേടിക്കൊണ്ടിരുന്ന. നല്ല സ്ഥലത്തേക്കാ നിങ്ങൾ എത്തിയിരിക്കുന്നേ. ഇത് വളരെ കംഫർട്ടബിൾ ആയ സ്ഥലമാണ്. ആ കംഫർട്ട് തന്നെ എനിക്കിപ്പോ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടാകുമല്ലേ? ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ ഞാൻ ശരിയായ സ്ഥലത്താ വന്നിരിക്കുന്നതെന്നാ. ആയിരിക്കാം. പക്ഷെ ഇവിടെ താമസിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരുമല്ലോ. ഐ നോ, അതെല്ലാം എനിക്കറിയാം. ലേറ്റ് നൈറ്റ് വരരുത്, വെള്ളം അടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. Am I right? അതൊന്നുമല്ല. അതായത് നിങ്ങൾക്ക് നൽകുന്ന പണി നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവോ അതോ നിങ്ങളുടെ റൂം നോക്കാൻ പോകാമോ? അപ്പൊ കാണിച്ചു തരൂ എന്റെ റൂം എവിടെയാന്ന്. ഓക്കെ, ഫോളോ മീ. ഇതാണ് നിങ്ങളുടെ റൂം. നൈസ്, കൊള്ളാലോ. നിങ്ങൾക്ക് ഈ റൂമിൽ എല്ലാ സൗകര്യവും ഉണ്ട്. കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ. അതിനെന്താ, തീർച്ചയായും. 15,000 പെർ മന്ത്. എന്തിനൊക്കെ വേണ്ടിയാ? എന്തിനാണെന്നാൽ റൂമിന്റെ വാടകയ്ക്ക്. ഓ ഷുവർ, തന്നോളാം. ആധാർ കാർഡ് ഓർ പാൻ കാർഡ്. മേടിച്ചോളൂ. കൂടുതൽ തിടുക്കം വേണ്ട. നിങ്ങളും ഇവിടെ തന്നെയുണ്ട്, ഞാനും ഇവിടെ തന്നെയുണ്ട്. മൈ മൊബൈൽ നമ്പർ ഈസ് 9446823111. See you. See you. 94468111. എന്റെ ബാഗ് എടുത്തില്ലല്ലോ. നൈസ് ഹോം, നൈസ് മാഡം. പെണ്ണുങ്ങൾക്ക് എന്താ നല്ല കഴിവുള്ള ആണുങ്ങളെ കിട്ടാത്തതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇത് കാണുമ്പോൾ, അതായത് അതിനൊക്കെ ഭാഗ്യം ചെയ്തിരിക്കണം. Don't wear the towel, Mr. Handsome Hug. ഇപ്പോൾ നീ വേണമെങ്കിൽ കൺമുന്നത്ത് മറഞ്ഞു പോകാം. മാഡം, സോറി. ഞാനും ഇതാണ് പ്രതീക്ഷിച്ചത്.
സിനിമ റിലീസ് ചെയ്യാൻ നോക്കിയാൽ ഇവൻ കാണാൻ കൂട്ടാക്കുന്നില്ലല്ലോ. എന്നാലും എന്റെ സിനിമ ഞാൻ ഇവനെ കാണിച്ചേ അടങ്ങൂ. നിങ്ങളുടെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാം. ഞാൻ ഡ്രസ് ഇട്ട് കഴിഞ്ഞു. ഇത് റൂമിന്റെ റെന്റും ആധാർ കാർഡും ഇതാ വച്ചോളൂ. താങ്ക് യു. നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ടല്ലോ. ഇത്രയും ദൂരം വന്നതല്ലേ, ടയർഡ് ആയതാണ് കുളിച്ച് ഫ്രഷ് ആയതാ. വളരെ നല്ലത്. വൃത്തിയായിരിക്കുന്നത് എപ്പോഴും ആരോടൊപ്പം വേണമെങ്കിലും ചേരാൻ നല്ലതാണല്ലേ. മനസ്സിൽ വേദന വരുമ്പോൾ അത് കണ്ണീരായി പുറത്തു വരുന്നു. സന്തോഷം ചിരിയായി പുറത്തു വരുന്നു. ആരെങ്കിലും നന്നായി സൂക്ഷിച്ചു നോക്കിയാൽ അവരോട് സ്നേഹം വരുന്നു. നല്ല രീതിയിൽ ചിന്തിച്ചാൽ ആർക്കറിയാം, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തോന്നാം. വെള്ളം കിട്ടാതെ നിങ്ങൾക്ക് ഭയങ്കര ദാഹമാണെന്ന് തോന്നുന്നു. ആയിരിക്കാം. എന്നാലും വെള്ളം തേടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, വെള്ളത്തിനും എനിക്കുള്ള റിലേഷൻ വളരെ ക്ലോസാ. ഇതിപ്പോ നിങ്ങളുടെ ചാൻസാ, നിങ്ങൾ വെക്കോളൂ. ജീവിതത്തിന്റെ യഥാർത്ഥ സുഖം എതിലാണുള്ളതെന്നാൽ ഇതിലാണുള്ളത്. ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിയാൽ എന്ത് കിട്ടാനാ? അടുത്തു വന്ന് ഉള്ള സന്തോഷം നേരിട്ട് അനുഭവിക്ക്. ഞാനും നോക്കട്ടെ എന്റെ അടുത്ത് നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. നീ എവിടേക്ക് പോകാനാ എന്നിൽ നിന്നും രക്ഷപ്പെട്ട്? കം ബേബി, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. നീ എന്നെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരാൻ അനുവദിക്കേ. ഒരു പക്ഷെ ആ ഹൃദയം വേറെ ആർക്കെങ്കിലും കൊടുത്തതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് നോക്കും? പേടിക്കണ്ട, ഇരിക്ക്. ആടിന്റെ അനുവാദമില്ലാതെ ഞാൻ ഹലാൽ ചെയ്യില്ല. എന്താ ആലോചിക്കുന്നേ? യു നോ വാട്ട്, എനിക്ക് വെള്ളത്തിനടിയിൽ റൊമാൻസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, നിങ്ങളൊന്നും ചെയ്യണ്ട. എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യാം. എല്ലാരും പറയുന്നു എനിക്ക് സെക്സിന് കൊതിയാണെന്ന്. അതെ, എനിക്ക് സെക്സിനോട് കൊതിയാണ്. എനിക്കെപ്പോഴും റൊമാൻസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. എന്റെ ആഗ്രഹം നീ എന്നോട് ദിവസം മുഴുവനും നിന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം, വീണ്ടും കൂടുതലായി. എല്ലാരും എങ്ങനെയാണോ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതുപോലെ ഞാനും പുതിയ പുതിയ ആളുകളോടൊപ്പം സെക്സ് വയ്ക്കാറുണ്ട്. എന്റെ ഇപ്പോഴത്തെ ആവശ്യം വെള്ളത്തിനടിയിൽ സെക്സ് വെക്കണം എന്നതാണ്. സ്വപ്നമായിരുന്നോ? സാർ, ആ പെൺകുട്ടി ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇത്ര എളുപ്പത്തിലുള്ള പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുമെന്നല്ല, പിടിച്ചു തന്നെ ആവണം. ഇൻസ്പെക്ടർ സുനിൽ കുമാർ. സർ, ഒരു തെറ്റ് ഒരാൾക്ക് എന്തൊക്കെ നല്ലതാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെയാണ് കായയുടെ ജീവിതവും. അവൾ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്ന സമയമായിരിക്കും അവളൊന്ന് പെടുന്നത്.
അവളെ പിടികിട്ടുന്ന വിശ്വാസമുണ്ടോ? ഐ എം ഷുവർ സർ, അവൾ തീർച്ചയായും വന്ന് പെടും. റൈറ്റർ സർ, എന്ത് കഥയാ എഴുതുന്നേ? ഇതൊരു ലവ് സ്റ്റോറിയാ. വാവ്, ലവ് സ്റ്റോറി. ഉം. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്ക് ലവ് സ്റ്റോറി ഇഷ്ടമാണെന്ന്. സ്നേഹിക്കുന്നത് തന്നെ വലിയൊരു ഫീലിംഗ് അല്ലേ? അത് കേട്ടാൽ തന്നെ ആർക്കും സ്നേഹം തോന്നില്ലേ? ഉഹും. ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നു, പക്ഷേ നിങ്ങളിലെ സ്നേഹം കാണാൻ സാധിക്കുന്നില്ലല്ലോ. മാഡം, കാര്യം എന്താന്ന് വെച്ചാ ഈ ആൾക്കാര് വെളിയിൽ പറയാതെ ഇരിക്കുന്നില്ലേ, അതാണ് ശരിക്കുള്ള സ്നേഹം. ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാൽ മതിയോ? എനിക്കത് കാണണം. ഞാൻ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത്. ഉം. ഞാനും എന്റെ ബയോഗ്രഫി എഴുതണം. ഒരുപാട് ട്വിസ്റ്റുകളോടെ, അഡ്വഞ്ചർ, റൊമാൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ. അതെയോ? റൊമാൻസ്? അതെ, റൊമാൻസ്. അളവിനധികമായി തന്നെ. നിങ്ങൾക്കത് കേൾക്കാൻ കൊതിയാകുന്നോ? ഉം. വന്ന് എന്റെ ഫേവററ്റായ സ്ഥലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് വൈൻ, അവിടെ വെച്ച് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഒരു ചെറിയ ട്രീറ്റ് നൽകാൻ ആഗ്രഹിക്കുന്നു ഞാൻ. നിങ്ങൾ ട്രീറ്റിന് വരുന്നോ? എന്നാ പോയാലോ? പോകാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇത്രയും വലിയ വീട്ടിൽ തനിച്ചല്ലേ താമസിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ആരും ഇല്ലേ? ഓ, അതാണോ? എന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ അവരാണ് അവസാനമായി ഉണ്ടായിരുന്നത്. അതെന്റെ പ്രിയപ്പെട്ട പ്രണയമായിരുന്നു. പിന്നെ നിങ്ങൾ എന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവിടേക്ക്. ഞങ്ങൾ മാറി മാറി എത്ര സ്നേഹിച്ചിരുന്നെന്നാൽ ലൈല മജ്നു പോലും ഇങ്ങനെ സ്നേഹിച്ചു കാണില്ല. റോമിയോ ജൂലിയറ്റ് പോലും അങ്ങനെ സ്നേഹിച്ചു കാണില്ല. അത്രത്തോളം സ്നേഹം. അല്ല, എന്താ ഇത്? ആഹാരം ചെയ്യണ്ടേ? ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യമല്ല സീറ്റ്. ഇപ്പൊ നിനക്ക് ആവശ്യമുള്ള വേറെയാ. അല്ല, ഒരു മിനിറ്റ്, ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ആ മുഴുവൻ സ്നേഹവും സൂര്യൻ അസ്തമിക്കുന്നത് വരെ മാത്രം. ചന്ദ്രൻ ഉദിച്ചതും എല്ലാം തന്നെ മാറിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവളെ, ഇന്നെന്താ ഭയങ്കരമായി ഒരു മാലയുണ്ടല്ലോ. നിങ്ങൾ വീണ്ടും കുടിച്ചിട്ട് വന്നോ? ഞാൻ പൂജ ചെയ്തോണ്ടിരിക്കുക. അതിനിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നീയേ നിന്റെ ഇന്നെന്താ സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ പൂജയൊക്കൊന്ന് നിർത്തുമോളെ. സ്ത്രീകൾക്ക് ഭർത്താവാണ് ദൈവം. ഭർത്താവ് എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുന്നതാണ് ഭാര്യയുടെ ഉത്തരവാദിത്വം. ഞാൻ പറയുന്നു ചെയ്യും. ഞാൻ പൂജ ചെയ്തോണ്ടിരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. നിർത്തൂ. എന്താ ഇത്? പറയുന്നത് കേട്ടില്ലേ? എന്നെ വീട്, ഞാൻ പൂജ ചെയ്തോണ്ടിരിക്കുക. ദൂരെ പോ. നീ എന്താ എന്നെ തള്ളിക്കളയുന്ന? ആരെയും ഭർത്താവ് റേപ്പ് ചെയ്തായിട്ട് നിങ്ങൾ കേട്ട് കാണില്ല. രാത്രി മുഴുവൻ എന്നെ ഉപയോഗിക്കും. എന്നെതിരെ സംസാരിക്കാണല്ലേ?
ഞാനെന്ത് പറയുന്നു അത് നീ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിണ്ടല്ലോ നീ അടികൊണ്ട് ചാത്തും. ഞാൻ പിന്നീട് എല്ലാം പറയാം. ഞാൻ പിന്നെ വിളിക്കാം. എന്താണിത്? ഡിവോഴ്സ് ചെയ്യാനുള്ള പേപ്പർ. ഇന്ന് മുതൽ നീയും ഞാനുള്ള ബന്ധം അറുത്തു കളഞ്ഞു. ദേ നോക്കൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ നിന്റെ തെറ്റാണടി. ഇന്ന് തുടങ്ങി നീ ഞാനുള്ള ബന്ധം തീർന്നു. നീ നിന്റെ വഴിക്ക്, ഞാൻ എന്റെ വഴിക്ക്. ഓടി. ഇതിനു വേണ്ടിയൊക്കെ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യുവോ? പക്ഷെ എന്നെ ഡിവോഴ്സ് ചെയ്തു. പക്ഷേ നിങ്ങൾ ആ ഡിവോഴ്സിന് വേണ്ടി എന്തിനാണ് ഓക്കെ പറഞ്ഞത്? എന്തെങ്കിലും ആക്ഷൻ എടുത്തുകൂടായിരുന്നോ? അവന്റെ മെന്റൽ ഡിസോർഡർ രോഗം കാരണമാ അവൻ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അവൻ ചെയ്തതൊക്കെ ഞാൻ സഹിച്ചിട്ട് ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എപ്പോഴൊക്കെ പുറത്ത് ബിസിനസ് ഡീലിന് വേണ്ടി അവൻ പോകുമോ അപ്പോഴൊക്കെ അവന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോടൊപ്പം എന്നെ കിടക്കാൻ പറയുന്നു. നീ എന്തുകൊണ്ടാ അവന്റെ പുറത്ത് ഒരു എഫ്ഐആർ ഇടാത്തെ? മനസ്സിലൊട്ടും കരുണയില്ലാത്തവനോട് എന്ത് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്ത് പ്രയോജനമാ? അവൻ എന്റെ സ്നേഹം തെറ്റായി ഉപയോഗിച്ചു. അത് തന്നെ. ഇങ്ങനെയുള്ള ആളിൽ നിന്നും ദൂരെ പോകുന്നതാണ് നല്ലത്. റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ടൈം ജോബ്. എന്ത് നൽകിയാലും 100% നൽകണം. അതർവൈസ് ലീവ്. അതിലെന്താ തെറ്റുള്ളത്? അതിലെന്താണ് ശരിയുള്ളത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഓരോരുത്തരുടെ ജീവിതവും ഇങ്ങനെ തന്നെയാ. അതിനുവേണ്ടി ഓരോ ദിവസം ഓരോ പെൺകുട്ടികളോട് പോയി കിടക്കാൻ പറ്റുമോ? എന്താ ആലോചിക്കുന്നേ? മനസ്സിൽ എന്തൊക്കെ ഭാരങ്ങളും കൊണ്ടാ നിങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, ശ്രമിച്ചോണ്ടിരിക്കുക. ഈ ഒറ്റപ്പെടൽ പെട്ടെന്ന് മാറ്റാനായി. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷെ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളെപ്പോലെ ആരെങ്കിലും കിട്ടിയാൽ അവരെ പ്രണയിക്കണമെന്ന്. ചെറിയ ചെറിയ വേദനകൾ വരും. നമ്മളത് മറന്ന് ജീവിച്ചല്ലേ പറ്റൂ. എല്ലാരോടും എല്ലാം പറയാനാകില്ല. എല്ലാരും തനിച്ചാണ് അവരുടെ ജീവിതത്തിൽ. ഒരാള് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെയാ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നതെന്ന്. മറ്റുള്ള ആൾക്കാർക്കറിയോ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന്? എന്നാ ശരി മാഡം, ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ കഥയെഴുത്തുകാരൻ എന്റെ കഥ വിശ്വസിച്ചിരിക്കാം. വളരെ എളുപ്പമാണ് ആണുങ്ങളെ പറ്റിക്കാൻ. ഹലോ വിക്രം. സാർ എന്തിനാ എന്നെ വിളിച്ചേ? ഫ്രീ ആവുമ്പോ ഞാൻ സാറിനെ വിളിച്ചിരിക്കില്ലേ? നിന്റെ ഭാഗത്തെല്ലാം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. സാർ എന്തിനു വേണ്ടിയാ ടെൻഷൻ ആവുന്നത്? ഞാൻ ശരിയായ വഴിയിലാ പോകുന്നത്. ഐ ആം ഓൾ റൈറ്റ്. അവൾക്ക് നിന്റെ മുകളിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇതുവരെ എന്റെ പുറത്ത് ഒരു ഡൗട്ടും അവൾക്ക് വന്നിട്ടില്ല സർ. ഓക്കെ, എന്തെങ്കിലും പ്രൂഫ് കിട്ടിയോ? സർ അതല്ലേ ട്രൈ ചെയ്യുന്നത്. സർ യു നോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അവളുടെ വഴിയിൽ ഞാൻ പോയി വീഴണം. കുഴപ്പമില്ല, അവളുടെ വഴിക്ക് തന്നെ പോ. യെസ് സർ. കത്തി പഴത്തിന്റെ മുകളിൽ പെട്ടാലെന്താ? പഴം കത്തിയുടെ മുകളിൽ പെട്ടാലെന്താ? പഴത്തിനല്ലേ നഷ്ടം?
ദൈവമേ, അവളൊന്ന് പെട്ടെന്ന് ഉറങ്ങിയാലേ എന്നെ കൊണ്ട് തെളിവുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതെന്താ ഇങ്ങനെ തണുക്കുന്നത്? എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീണ്ടും ഒരിക്കൽ ശ്രമിച്ചു നോക്കാം. ഇവൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അവളുടെ അടുത്തേക്ക് പോയി തന്നെ ആവണം. കതക് തുറന്നായിരിക്കുന്നേ. അകത്തേക്ക് വരൂ. മാഡം, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം മാഡം. ഇവിടെ കിടന്നുറങ്ങാം. ഇല്ല മാഡം, എന്റെ റൂമിൽ തനിച്ച് കിടന്ന് ഉറങ്ങണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് നിങ്ങളാണ് ആദ്യത്തെ ആണ് പെണ്ണിന്റെ ഈ ശബ്ദം കേട്ടിട്ടും മനസ്സ് മാറാതെ ഇരിക്കുന്നത്. നോക്കിയേ മാഡം, എനിക്ക് തീർക്കാൻ കുറച്ച് ജോലികളുമുണ്ട്. ജോലി ചെയ്യേ. എത്രത്തോളം ജോലി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യേ. ഇൻഫാക്ട് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് ഞാനും നിങ്ങളുടെ ജോലിയിൽ സഹായിക്കാം. ഇതിനേക്കാളും സന്തോഷമായത് വേറെന്താണ്? നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഒന്നും കുടിക്കാതെ പോവുകയാണോ? കുടിക്കാൻ നിങ്ങൾ എന്ത് തരും? പാൽ. ഇത് നോക്കിയേ മാഡം, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പാല് കുടിക്കാനുള്ള സമയം ഇതല്ലെന്ന് മനസ്സിലാക്കിക്കോ. ഇത് പ്രണയത്തിന്റെ സമയമല്ല, ഇത് സന്തോഷിക്കേണ്ട സമയമാണ്. വിക്രം, എല്ലാവർക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നോട് സ്നേഹം യാചിക്കുകയാണ്. കാരണം എനിക്കും ഈ ഒരു ജീവിതമേ ഉള്ളൂ. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആരും തന്നെ. ശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല. ഐ ലവ് യു പറയുന്നോ? അയ്യോ, നീ മരിക്കാൻ പോകുന്നു. എന്തൊക്കെയായി പറയുന്നത്? കളിയാക്കിയതാ.
ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പണിക്ക് എന്തിനാ എന്നെ തെരഞ്ഞെടുത്തേ? ഞാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ എനിക്ക് കിട്ടാതെ പോകുന്നു. ഇക്കാര്യം നാട്ടുകാരെ അറിഞ്ഞാലേ നാണം കെട്ടുപോകും. അതിന് ഞാനെന്ത് ചെയ്യാനാ? ദേ നോക്കൂ, എനിക്കും നാണമുണ്ട് നിങ്ങളോട് ബന്ധം പുലർത്താൻ. നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിന്നെ കൊന്നുകൊണ്ടിരിക്കുക. നിന്റെ ഈ ചീത്ത സ്വഭാവങ്ങൾ നിർത്ത്. ഇത് നല്ല സ്വഭാവമാണ്. പിന്നെ ഇവിടെ ഒന്നും തന്നെ നല്ലതല്ല. നിങ്ങൾ പറഞ്ഞത് കേട്ട് എനിക്ക് കൊതിയാകുന്നു. അപ്പൊ ചെയ്യാനുള്ളൊക്കെ വേഗം ചെയ്യും. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം വേറെ ആരെങ്കിലും വരില്ലേ? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നന്നായേക്കും. എന്റെ ഈ സ്വഭാവം എനിക്ക് മാറ്റാനാവില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡു യു ബിലീവ് ഇൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്? ഓ യാ, ഒരേ ആഹാരം ദിവസവും കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നിനക്ക് എങ്ങനെയുണ്ട്? അതായത് ഒരുപാട് ദിവസം കാത്തിരുന്ന് വല വിരിച്ച് ഒരാളുടെ പ്രണയം സമ്പാദിച്ച് അതിൽ നിന്നും യഥാർത്ഥ സ്നേഹം എനിക്ക് കിട്ടുന്നത് പോലെ തോന്നുന്നു. വേഗം ചെയ്യൂ, പ്ലീസ് ചെയ്യൂ. ഇനിയും ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എല്ലാ കാര്യങ്ങളും സെക്സി ആയിട്ട് തോന്നുമോ? ഇതിനേക്കാളും സന്തോഷം ജീവിതത്തിൽ വേറെ എന്താണുള്ളത്? ചെയ്യാം, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. എന്ത് ചോദിച്ചാലും പറയാം, പക്ഷെ പെട്ടെന്ന് ചെയ്യേ. എനിക്ക് മുമ്പ് എത്ര പേരോട് നീ കിടന്നിട്ടുണ്ട്? അതോ, അതായത് എനിക്ക് നിങ്ങളെ പോലെ ഒരാൾ കിട്ടിയെങ്കിൽ ഞാനൊരു യുഗം സൃഷ്ടിച്ചേനെ. എന്റെ തലയ്ക്കകത്തുണ്ട് ഞാൻ എത്ര പേരോട് സെക്സ് ചെയ്തിട്ടുണ്ടെന്ന്. അതെയോ? എന്നാ പറയാ. കുറച്ചുപേർ റേപ്പ് ചെയ്തു. അവരുടെ കൗണ്ട് ചേർത്ത് പറയട്ടെ? എല്ലാം പറയാ. എന്റെ ശരീരത്തിലെ തീ നീ അണയ്ക്കാതെ വേറെ ആര് വന്നണയ്ക്കും? ഞാൻ പുറത്തു പോകട്ടെ? എന്റെ തീ അണയ്ക്കാൻ ഞാൻ ആരുടെ അടുത്തെങ്കിലും പോകട്ടെ? പറയ്, ഈ തീ ആരണയ്ക്കും? എന്താ നീ പറഞ്ഞേ? എന്താ നീ പറഞ്ഞേ? നിന്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണോ? നിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഞാൻ ഇന്ന് അണയ്ക്കാൻ പോവുകയാണ്. ഇന്ന് നീ എല്ലാ തീന്ന് ഞാൻ തീർച്ചയായും. ഇനി നീ എന്തെങ്കിലും പറയോ? നിന്റെ ശരീരത്തിലിരിക്കുന്ന തീയിനി തിരിച്ചു വരാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ഭാര്യയെ പോലെ തന്നെ ഇരിക്കണം. വേശ്യയെ മാറാൻ പാടില്ല. ഇല്ലെങ്കിൽ നിന്നെ റോട്ടിൽ കൊണ്ടുവിടും ഞാൻ. അതിനുശേഷം പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരെ കൊണ്ട് ഈ ആളിക്കത്തുന്നത് കെടുത്തിക്കോ. മനസ്സിലായോ? ഇപ്പൊ ഇവിടുന്ന് പൊയ്ക്കോ. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. എന്താ നോക്കണത്? ഇപ്പോഴും നിന്റെ ദാഹം തീർന്നില്ലേ? വീണ്ടും നിന്റെ ദാഹം തീർത്തു തരണോ? നീ ഇത് ചെയ്തല്ലോടെ. കായ ഒരിക്കലും ആർക്കും മാപ്പ് നൽകില്ല. അത് ഭർത്താവായാലും ശരി, എന്നെ സന്തോഷിപ്പിച്ചേ പറ്റൂ. ആരാ അത്? ഞാൻ കുളിച്ചോണ്ടിരിക്കല്ലേ, വെയിറ്റ് ചെയ്യ്, സമയമെടുക്കും. ബേബി, ഞാനാണ്. കഥകൊന്ന് തുറന്നേ. എന്തു പറ്റി ബേബി? തുറക്കു പറയാം. എനിക്കും നിന്നോടൊപ്പം ചേർന്ന് കുളിക്കണം. ശരിക്കും സുന്ദരിക്കുട്ടി ഒന്നിച്ചു കുളിക്കുന്ന പോലെ ഒരു രസം വേറെയില്ല. വാ ചക്കരെ, നിനക്ക് എന്റെ കൂടെ കുളിക്കണോ? അതെ. എന്തിനാ എന്നെ കുത്തുന്നേ? മോഷ്ടിക്കാൻ വന്നതിന് പ്ലീസ് എന്നോട് ക്ഷമിക്കുക. മോഷ്ടിക്കാൻ വന്നതിനല്ല,
നീ എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യാതെ പാതിയിൽ വിട്ടില്ലേ അതിന്? ഒരാളോടൊപ്പം ഞാൻ 36 മണിക്കൂർ സെക്സ് ചെയ്തു. അതിനുശേഷം പോലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല മാഡം. അതിനകം നീ കരയാൻ തുടങ്ങിയോ? ഇപ്പോഴല്ലേ നമ്മൾ തുടങ്ങിയത്. എന്നോട് ക്ഷമിക്കും മാഡം, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ പ്രണയം നശിക്കാൻ കാരണം അതിനോട് കടപ്പാടില്ലാത്ത നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്. കഴിഞ്ഞോ? പട്ടികളെ പോലെ 3 വട്ടം ചെയ്താൽ മതിയോ? എത്ര ചെയ്താലും നിങ്ങളുടെ ദാഹം തീരുന്നില്ലല്ലോ. എനിക്ക് എത്ര ദാഹമുണ്ടെന്നാൽ നിന്നെപ്പോലെ 2-3 പേര് കൂടി വന്നാലും എന്റെ ദാഹം അവർക്ക് തീർക്കാനാവില്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്റെ ജീവിതത്തിൽ വന്നുപോയി. വിഷമിക്കേണ്ട കാര്യം എന്താണെന്നാൽ ആർക്കും എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യാനായില്ല. അതുകൊണ്ട് ഞാൻ അവരെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ചു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ആരൊക്കെ കൊന്നോ അവരുടെ മൃതദേഹമൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന്. കായയുടെ നേർക്ക് ആരൊക്കെയാണോ വിരൽ ചൂണ്ടിയത്, കായ അവരുടെ വിരലൊക്കെ വെട്ടി പട്ടികൾക്ക് ആഹാരമാക്കി മാറ്റി. ഞാൻ എല്ലാരെയും സന്തോഷിപ്പിക്കുന്നു. ഞാനൊരു പെണ്ണല്ല, ആണുങ്ങൾക്കുള്ള ബെഡാണ്. ഈ ബ്യൂട്ടിഫുൾ ആയ ലൈഫ് പറയുന്ന നിന്റെ എത്രാമത്തെ ആൺകുട്ടിയാണ് ഈ ഇരിക്കുന്നത് ഞാൻ? ടോട്ടൽ 10. പ്ലീസ് നീ എന്റെ എ സൈഡ് ദാഹം തീർത്തു വെക്ക്. എ സൈഡ് തീർത്തതിന് ശേഷം ബി സൈഡും തീർക്ക്. നീ ചോദിച്ചതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. കമോൺ ബേബി, ഫാസ്റ്റ് ഡു മീ. റിയലി? റിയലി നീ സന്തോഷം തരുന്ന കുട്ടിയാ. നിന്റെ അടുത്തേ സന്തോഷം കിട്ടും. സന്തോഷിച്ച് ഞാൻ സുഖിക്കാൻ പോവാ. നീ ഒരു കാര്യം പറയാ, നിനക്ക് സെക്സ് ചെയ്യുമ്പോ കോണ്ടം വേണോ അതോ അതില്ലാതെ ചെയ്യണോ? എല്ലാം നിന്റെ ഇഷ്ടം. എല്ലാറ്റിനും ഞാൻ തയ്യാറാണ്. കമോൺ ബേബി. നീ ഒരു പക്ഷേ ചിന്തിക്കാം, ഇങ്ങനെ ഒരു വട്ടിന്റെ അടുത്ത് വന്ന് കുടുങ്ങിയല്ലോന്ന്. സോ ബേബി, സ്നേഹിക്കുന്നതിന് വട്ടൊന്നും ഒരു പ്രശ്നമല്ല. ഡു ഇറ്റ് ബേബി. നിന്റെ ഈ പ്രണയം കൊണ്ട് എന്റെ ശരീരം തൃപ്തി അടയണം. നിനക്കിപ്പോ കളിക്കണോ അതോ ഉമ്മ വയ്ക്കണോ? പറയാ. ഓർമ്മയിരിക്കട്ടെ വിക്രം, കായിയെ ജീവനോടെ പിടിക്കണം. അവളെ പോലുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നിയമം ഒരു ഇരുട്ടറയിലാണ്. സോറി സർ, ഞാനുള്ള സ്ഥിതിയിൽ അവളെ ജീവനോടെ വിടാൻ പാടില്ല സർ. നിന്റെ സ്നേഹത്തിൽ, നിന്റെ ഈ ഹഗ്ഗിൽ, നീ എന്നെ സന്തോഷിപ്പിക്കുന്നതിൽ ഞാൻ എല്ലാം മറന്ന് നിന്നോടൊപ്പം ഈ നിമിഷങ്ങളിൽ ഞാൻ ആസ്വദിക്കണം. ഇന്നാണ് ഞാൻ ആദ്യമായി നല്ലൊരു ആണിനെ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ ആദ്യമായാണ് സാറ്റിസ്ഫൈഡ് ആയത്.
പ്ലീസ് വിക്രം പ്ലീസ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് മാപ്പ് തരൂ. വായടക്കാനല്ലേ പറഞ്ഞേ? ഇവിടെ നോക്കിയേ, നിനക്ക് നല്ല ബുദ്ധിയാന്നാണോ വിചാരം? നായിന്റെ മോള് കട്ടല് മാറി കട്ടല് പോയി വെള്ളം കുടിച്ചവളല്ലേ നീ? ഇപ്പൊ ഈ പിസ്റ്റല് കണ്ട് നിനക്ക് പോലും വെള്ളം വന്നിരിക്കുന്നു. എടി, നിന്റെ കാലിന്റെ ഇടയിൽ ചൂട് കൂടിയതല്ലേ? ഞാൻ ആ സ്ഥലത്ത് വെടിവെച്ചാലുണ്ടല്ലോ, നിന്റെ ചൂടല്ല ആ ചോരയെ കൂടെ പോയിക്കോളും. ഓ എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്. എന്താ ആലോചിക്കുന്നേ ബേബി? ഒന്നുമില്ലല്ലോ. എന്താ ആലോചിച്ചത്? അതായത് കായയുടെ കഥ കഴിഞ്ഞെന്നാണോ? അവളെ ജയിലിലേക്ക് അയക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം? നേരിട്ട് എൻകൗണ്ടർ ചെയ്യാമെന്നാണോ? കായയെ കൊല്ലുന്നതിന് മുൻപ് സ്വയം രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണമായിരുന്നു. നിങ്ങൾക്കറിയാമോ, കുറച്ചു ദിവസം മുൻപാണ് ഞാനത് മനസ്സിലാക്കിയത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ താമസിക്കാൻ വന്നതെന്ന്. ഇൻസ്പെക്ടർ, അങ്ങോട്ട് പോടി നായിന്റെ മോളെ. കായയെ കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ ബേബി. ജീവിതത്തിൽ ചില നേരം സന്തോഷം വരും, ചില നേരം വിഷമം വരും. നീ ഒന്നുകൊണ്ട് ടെൻഷൻ ആകണ്ട ബേബി. പോടി അങ്ങോട്ട്. ഇന്ന് വരെ കായയിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. നായിന്റെ മോളെ എന്നെ കൊല്ലാൻ നോക്കുന്നോ? ചാവടി. ഓടി. അയ്യോ. ഈ കായയെ എല്ലാരും എപ്പോഴും പ്രണയം കൊണ്ട് സന്തോഷിപ്പിക്കാൻ മാത്രമേ ഞാൻ അനുവദിക്കുള്ളൂ. കായയെ ആരെങ്കിലും നശിപ്പിക്കാമെന്ന് കരുതിയാൽ അവർക്കൊരിക്കലും ജീവനോടെ തിരികെ പോകാനാവില്ല. പെണ്ണുങ്ങളായ നമുക്ക് ആ ദൈവം തന്ന ഒരു സമ്മാനമാണ് നമ്മുടെ ഈ ശരീരം. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും അവളുടെ ശരീരത്തിനെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകുമെന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണും.